ഹായ് ഹലോ. ഞാൻ നിങ്ങളെ ഒരു ഡിഷ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് വന്നതാട്ടോ. വെറും 5 മിനിറ്റ്സ് മതി നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ. 2 ഐറ്റം മതി. 2 ഐറ്റം മാത്രം മതി നമുക്ക് ഈ അടിപൊളി ഡിഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് വൺ സ്പ്രിംഗ് ഒണിയൻ. സ്പ്രിംഗ് ഒണിയൻ നമ്മൾ കൂടുതലും ഫ്രൈഡ് റൈസിലൊക്കെയാണ് നമ്മൾ ചേർത്ത് കാണാറുള്ളത്. ഇങ്ങനെ ഒരു ഡിഷ് ട്രൈ ചെയ്യാറുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ട്രൈ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കണം. ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ. ഈ സ്പ്രിംഗ് ഒണിയൻ നന്നായിട്ട് വാഷ് ചെയ്യണം. കാരണം ഇതിന്റെ വേരിന്റെ അവിടെയൊക്കെ നല്ല മണ്ണുണ്ടാവും. അപ്പൊ നല്ല രീതിയിൽ വാഷ് ചെയ്യണം. വാഷ് ചെയ്തിട്ട് ഞാൻ കുഞ്ഞായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കണത്. അത് കട്ട് ചെയ്ത് ഒന്ന് മാറ്റി വെക്കുക. കുറച്ച് സവാളയും നമ്മുടെ തോരനൊക്കെ വെക്കണ രീതിയിലൊരു കുനുകുനാന്ന് അരിഞ്ഞെടുക്കുക. ഈ ഉള്ളി അരിയുമ്പോൾ കണ്ണിന് ഭയങ്കര പ്രശ്നമാണല്ലേ. അതിനെന്തേലും ഒരു ടിപ്പ് ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഓയിൽ ഒഴിക്കുക. സ്പ്രിംഗ് ഒണിയൻ ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കുക. ഓയിൽ ഒഴിക്കണം കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുക. നമ്മൾ ഈ സ്പ്രിംഗ് ഒണിയൻ ഇടുന്നതിന്റെ അത്രയും ക്വാണ്ടിറ്റി ഒന്നും ഉണ്ടാവില്ല കേട്ടോ. നമ്മളിതൊന്ന് കുക്ക് ചെയ്ത് വരുമ്പോൾ നമ്മൾ ഈ എല്ലാ കറികൾ വെക്കണ മാതിരി തന്നെ ഭയങ്കര ടേസ്റ്റ് ആട്ടോ. ഇത് നന്നായിട്ടൊന്ന് വാടി വരുമ്പോൾ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് ഒന്ന് വാടി വരുമ്പം ലേശം മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം മുളക് പൊടി ആവശ്യത്തിന് മാത്രം കേട്ടോ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇപ്പൊ ഇത്രയും ക്വാണ്ടിറ്റി കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു നേരത്തേക്ക് 2 പേർക്ക് കഴിക്കാം. അത്രേ ഉള്ളൂ. പക്ഷെ ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് ഇതിന്റെ പച്ചമണമൊക്കെ മാറുന്ന രീതിയിൽ നന്നായിട്ട് വാട്ടിയെടുക്കുക. എന്നിട്ട് ഇത് സെർവ് ചെയ്യാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.